വയനാട് പുൽപ്പള്ളി പഞ്ചാരക്കൊല്ലിയിൽ ഭീതി പടർത്തിയിരുന്ന കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ പ്രദേശത്ത് പ്രഖ്യാപിച്ച കർഫ്യൂ പിൻവലിച്ചു. വനമന്ത്രി എ കെ ശശീന്ദ്രൻ പഞ്ചാരക്കൊല്ലിയിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് അവലോകന യോഗം ചേരും. പിലാക്കാവ് നിന്നാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്. മറ്റു കടുവകളുടെ ആക്രമണമുണ്ടോ എന്നാണ് മരണകാരണമെന്ന് നിഗമനം. മരണകാരണം സ്ഥിരീകരിക്കാൻ കുപ്പാടിയിൽ പോസ്റ്റ്മോർട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിലാക്കാവിൽ നിന്ന് ജോഷിലയാണ് ആദ്യം ചേർന്നത്. ജോഷില, ഇന്ന് ഏതായാലും നമുക്ക് രാവിലെ ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് കിട്ടിയത് ആശ്വാസത്തിന്റെ വാർത്തയാണ്. നാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ അത് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ പഞ്ചാരക്കൊല്ലി ഒരു ആശ്വാസത്തിന്റെ തീരത്തേക്ക് മടങ്ങിയെത്തുകയാണോ? കർഫ്യൂ അടക്കം പിൻവലിച്ചതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിയോ? പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ ആകെ ആശ്വാസത്തിലാണ്. ഇത്രയും ദിവസം ഭീതിയിലായിരുന്നു. കാരണം നരഭോജി കടുവയാണ് എന്നുള്ള ഒരു ഭീതി ഇവരിലെല്ലാം തന്നെ നിലനിന്നിരുന്നു. മാത്രമല്ല, ജീവിതം ആകെ താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു ഇവരുടേത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുന്നു. നരഭോജി കടുവ ചത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതിനുശേഷം അത് മാത്രമല്ല, ഇപ്പോൾ കർഫ്യൂ അടക്കം പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായി മാറുകയാണ്. അവർ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്തായാലും നരഭോജി കടുവയെ പിലാക്കാവ് എന്ന സ്ഥലത്ത്, അതായത് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ചുറ്റളവിലുള്ള സ്ഥലമാണ് പിലാക്കാവ്. ഇവിടെ വെച്ച് ഒരു വീടിനോട് കൊടും കാടാണ്. അതിനടുത്തുള്ള ഒരു ജനവാസ മേഖല എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും 2-3 വീടുകൾ ഈ പ്രദേശത്തുണ്ട്. അതിൽ ഒരു വീടിന്റെ പിന്നിലായിട്ടാണ്, സൈഡ് ഭാഗത്തായിട്ടാണ് കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ ദൗത്യസേന കടുവയെ സ്പോട്ട് ചെയ്തിരുന്നു. ക്യാമറയിൽ പതിഞ്ഞ കടുവയുടെ ചിത്രവും അതുപോലെ തന്നെ ഈ കടുവയുടെ ചിത്രവും എല്ലാം തന്നെ ക്രോഡീകരിച്ച് നോക്കിയപ്പോൾ, താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഈ നരഭോജി കടുവയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. വെറ്റിനറി സർജനായ അരുൺ സക്കറിയ ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. കടുവയുടെ കഴുത്തിൽ വലിയൊരു മുറിപ്പാടുണ്ട്. ഇതായിരിക്കാം കടുവ ചത്തതിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും കുപ്പാടിയിലേക്കാണ് കടുവയുടെ ജഡം കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ ഒരു മുറിവ് എങ്ങനെ ഉണ്ടായതാണ്, ഈ മുറിവ് തന്നെയാണോ മരണകാരണം എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല, ഈ മുറിവ് പഴകിയ മുറിവാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ആ മുറിവ് തന്നെയാണോ മരണകാരണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സ്ഥിരീകരണം ഉണ്ടാവേണ്ടത്. അതെന്തായാലും കുപ്പാടിയിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തമാകും. കടുവയുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട കാര്യം, വനമന്ത്രി വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അവലോകന യോഗം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയത് ആശ്വാസമാണെങ്കിലും വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശം കൂടിയാണല്ലോ ആ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന്റെ ആലോചനകളിലേക്കാണോ ഈ യോഗം ചേരുന്നത്? തീർച്ചയായും മനു, കാരണം വനാതിർത്തിയാണ്. പഞ്ചാരക്കൊല്ലി അടക്കമുള്ള പ്രദേശങ്ങൾ വനാതിർത്തിയാണ്. വന്യമൃഗശല്യം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പാക്കേജ്, വന്യമൃഗ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രത്യേക പാക്കേജ് സർക്കാർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്, പ്ലാനിംഗ് തയ്യാറാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ കടുവ ചത്തതിന് ശേഷം മറ്റെന്തെങ്കിലും വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ, കടുവയടക്കമുള്ള ജീവികൾ ഇനിയും കടന്നു വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം തന്നെയാണ് ഇന്ന് ചേരുക. മാത്രമല്ല, ഇതിനുശേഷം തന്നെ ഈ സീസണിൽ പല ഭാഗത്തായി കടുവയുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുന്ന ഒരു ഭീതിയോട് കൂടി വിളിക്കുന്ന ഒരു അവസ്ഥ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒക്കെ തന്നെ ഈ സാഹചര്യം മാറ്റേണ്ടതുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ലാത്ത വിധത്തിൽ ജനങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 100ഓളം ക്യാമറകൾ വയനാട് ജില്ലയ്ക്ക് മാത്രമായി വനാതിർത്തിയിൽ സ്ഥാപിക്കാനായി 100ഓളം ക്യാമറകൾ വനംവകുപ്പ് പ്രഖ്യാപിച്ചതുമാണ്. അത് നടപ്പാക്കേണ്ടതുണ്ട്. വനംവകുപ്പ് പിന്നെ ദൗത്യസേന പോലും ഇന്നും ഈ സംഭവം അറിഞ്ഞതിന് ശേഷവും ഈ കടുവയെ കുപ്പാടിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷവും വീണ്ടും ദൗത്യത്തിലേക്ക് തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്താനായി അവർ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കടുവയുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ഇവിടെ കടുവയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വനംവകുപ്പുമായി ബന്ധപ്പെടുകയുണ്ടായി. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്താനായി ദൗത്യസേന വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് വീണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. രൂപരേഖ
രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് വനംവകുപ്പിന് വയനാട്ടിലെ ജനങ്ങളെ വന്യജീവികളിൽ നിന്നും രക്ഷിക്കാനാവുക എന്നുള്ളതിന്റെ രൂപരേഖ തയ്യാറാക്കാനും ഇനി എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളും അടക്കം അവലോകനം ചെയ്യാനായിരിക്കും ഇന്ന് വനം മന്ത്രി പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തിച്ചേരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. അതിനുശേഷം ഒരു രൂപരേഖ തയ്യാറാക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മനു. ശരി, ജോഷില വിവരങ്ങൾ നൽകിയത്. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തിയത് വലിയ ആശ്വാസം നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ കടുവച്ചത്തോടുകൂടി മാറ്റിയിരിക്കുകയാണ്. ആളുകളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. അവരുടെ പേടിയൊക്കെ മാറി അവർക്ക് പുറത്തിറങ്ങാം, അവർക്ക് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം എന്നത് ആ നാടിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നതാണ്.